ഒരു സെല്ലറാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന തെറ്റുകൾ നിങ്ങൾ എന്തായിട്ടും ചെയ്യരുത്. ഒരുപാട് പൈസ നഷ്ടപ്പെടും. റീസെൻ്റ്ലി എൻ്റെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. ആ കസ്റ്റമറുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് ലിക്വിഡ്സാണ്. മൾട്ടിപർപ്പസ് ക്ലീനിങ് ലിക്വിഡ്സ്, ഫ്ലോർ ക്ലീനിങ് ലിക്വിഡ്സ്, അതേപോലെ തന്നെ കാർ വാഷ് ഷാമ്പു, അത്തരത്തിലുള്ള പ്രൊഡക്റ്റിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ ചേട്ടാ നമുക്ക് ചെയ്യാം, പക്ഷേ എത്രയാണ് ഇതിന് വെയിറ്റ് ഉള്ളത്? പുള്ളി പറഞ്ഞു 1 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെയുള്ള ബോട്ടിൽസാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ബിസിനസ് മോഡൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിനകത്ത് തന്നെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നു, അതിനുശേഷം അതൊരു വലിയൊരു ബോട്ടിലായിട്ട് മാറ്റുന്നു. ഈ ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുള്ള ഓഫ്ലൈൻ കടകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണ്, കൊറിയർ ചാർജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് നിങ്ങളിത് അയക്കുന്ന സമയത്ത് നിങ്ങൾ കസ്റ്റമർ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ എന്താണ്, ഫ്രീ ഡെലിവറി ആണല്ലേ. ഫ്രീ ഡെലിവറി എന്ന് പറയുമ്പോൾ ഈ 5 കിലോയുടെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ 250 മുകളിലൊക്കെ നിങ്ങളുടെ കൊറിയർ ചാർജ് വരും. നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹ്യൂജ് പ്ലസ് ടാക്സസും വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കൊറിയർ ചാർജ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? നിങ്ങളുടെ പ്രോഫിറ്റ് കംപ്ലീറ്റ് ഈ കൊറിയർ കമ്പനിക്കാർ തന്നു, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു തുടക്കക്കാരായിട്ടുള്ള സെല്ലറാണെങ്കിൽ ഇങ്ങനെ വെള്ളം ചേർത്തിട്ടുള്ള ലിക്വിഡായിട്ട് ഹെവി വെയിറ്റ് വരുന്ന സാധനങ്ങളും നിങ്ങൾ ചെയ്യരുത്. വെയിറ്റ് കുറഞ്ഞിട്ടുള്ള മോർ വാല്യൂ ഉള്ള പ്രൊഡക്റ്റിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പം ഒരു 1/2 കിലോന് താഴെയുള്ള പ്രൊഡക്റ്റിലേക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ആമസോണിൽ ലൈക്ക് 1/2 കിലോന് താഴെയുള്ള പ്രൊഡക്റ്റുകൾക്ക് വളരെ കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ. അപ്പം ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് 500-നും 1000-നും ഇടയിലാക്കിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ പ്രൊഡക്റ്റ് 300-നൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ ഈ കൊറിയർ ചാർജൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. ഒരു ആമസോൺ സെല്ലിങ്ങിനെ കുറിച്ച് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ ലോകത്തിലെ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ഇത്തരത്തിലുള്ള ടിക്സ് ആൻഡ് ടെക്നിക്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം.